പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകട സ്ഥലത്ത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് 3 മണിക്ക് പരിശോധന നടത്തും. ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ സന്ദർശനത്തിന് ശേഷമാകും പരിശോധന. ജില്ലാ പോലീസ് മേധാവി, RTO, പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംഘമാണ് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തി ഒരു പദ്ധതി തയ്യാറാക്കുക. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഏതൊക്കെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തും? ഗതാഗത മന്ത്രി എത്തി പരിശോധിച്ചതിന് ശേഷം അദ്ദേഹവും ഈ സംഘത്തിനൊപ്പം പിന്നീട് ഉണ്ടാകുമോ? ഈ പദ്ധതിയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉൾക്കൊള്ളിക്കുക? RTO അതുപോലെ തന്നെ PWD ദേശീയ പാതാ വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘമാണ് പരിശോധനയ്ക്ക് പനയമ്പാടത്തേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ 11:30 തന്നെ ഈ സംഘം പരിശോധനയ്ക്ക് എത്തും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സമയം 3 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് കാരണം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൂടെ പാലക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഉടൻ തന്നെ ഈ പനയമ്പാടത്തേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഈ അപകടം നടന്ന റോഡിലെത്തി പരിശോധനയും മറ്റും നടത്തി അതിനുശേഷം മരിച്ച കുട്ടികളുടെ വീടുകളിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തും. അദ്ദേഹം വന്നു പോയതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ പനയമ്പാടത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപ് ഇവിടെ യൂത്ത് ലീഗിൻ്റെ ഒരു സമരം റോഡ് ഉപരോധിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റുമൊക്കെ ഭാഗത്തു നിന്ന് പനയമ്പാടത്ത് ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാന ആവശ്യം എന്നുള്ളത് ഇനി ഒരു അപകടം ഈ റോഡിൽ ഉണ്ടാവരുത്, അതിന് വേണ്ട ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ റോഡിൻ്റെ വളവ് അത് അപകടത്തിന് വലിയ ഇടയാക്കുന്നുണ്ട്. 55-ലേറെ അപകടങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന കാരണങ്ങളിൽ ഒന്ന് റോഡിൻ്റെ ഈ ഒരു വളവാണ് എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണം. ഈ ഉദ്യോഗസ്ഥ സംഘം എപ്പോഴും ഈ അപകടങ്ങളോ മറ്റോ ഒക്കെ സംഭവിക്കുമ്പോൾ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തിപ്പോയാൽ കാര്യമില്ല. അതിൽ ഒരു പരിഹാരം വേണം, അതിന് വേണ്ട നടപടി വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഏതായാലും 3 മണിക്ക് നേരത്തെ പറഞ്ഞ ജില്ലാ പോലീസ് മേധാവി, RTO അതുപോലെ തന്നെ PWD, NHAI ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തി അവർ എന്താണ് ഇനി ഇതിൽ ചെയ്യാൻ കഴിയുക എന്നത് സംബന്ധിച്ചൊരു പരിശോധന നടത്തും. പ്രാഥമിക പരിശോധനയാണ്. അതിനുശേഷം ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്മേൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയി കളക്ടറേറ്റിൽ വീണ്ടും യോഗം ചേരും. അതിനുശേഷം മാത്രമായിരിക്കും എന്തൊക്കെ നടപടികളാണ് ഈ പനയമ്പാടത്ത് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കൈക്കൊള്ളുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയുള്ളൂ എന്നുള്ളതാണ്. അതേസമയം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഉടൻ തന്നെ പനയമ്പാടത്തേക്ക് എത്തും. അദ്ദേഹം എന്താണ് ഇനി പനയമ്പാടത്ത് വന്നതിന് ശേഷം പ്രതികരിക്കുക എന്നുള്ളതും അറിയേണ്ടതുണ്ട്. വീണോ? ഓക്കെ, ശരിയായിരുന്നു.